അമ്പലങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും നിർമ്മിക്കാൻ അകമഴിഞ്ഞ് സഹായം നൽകുന്ന ഒരു രാജ്യം. അമ്പലത്തിൽ നിന്നും അകലെയല്ലാതെ പള്ളി. അസഹിഷ്ണുതയുടെ ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു രാജ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരാണ് UAE. ലോകം കണ്ടു പഠിക്കേണ്ട രാജ്യം. സംസ്കാരവും സഹിഷ്ണുതയും വാക്കുകളിലല്ല, ഈ കാഴ്ചകൾ മാത്രം മതി ഒരു രാജ്യം ലോകത്തിന് നൽകുന്ന സന്ദേശമറിയാൻ. മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വിശ്വാസികൾക്ക് സമർപ്പിച്ച ബാബ്സ് ഹിന്ദു മന്ദിറിൽ നിന്നും അധികം ദൂരമല്ലാതെ മറ്റൊരു ആരാധനാലയം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ദൈവവചനത്തിന്റെ ശ്രീകോവിൽ. UAE ആദ്യ CSI ദേവാലയം, എമിറേറ്റിലെ CSI വിശ്വാസ സമൂഹത്തിന്റെ 4.5 പതിറ്റാണ്ട് നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. അബു മുറൈക്കയിലെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ ക്ഷേത്രത്തിനോട് ചേർന്നാണ് CSI ദേവാലയവും നിർമ്മിച്ചത്. ക്ഷേത്രത്തിനെന്ന പോലെ പള്ളിക്കും സൗജന്യമായി ഭൂമി നൽകിയത് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ജാതിയും മതവും വിശ്വാസവും നോക്കാതെ ആർക്കും ഈ ആരാധനാലയത്തിന്റെ പടികൾ കയറാം. ദേശം നൽകുന്ന ഒരു എക്യുമിനിസത്തിൻ്റെ വലിയ സന്ദേശമാണ്. ഒരു ഭാഗത്ത് ബാബ്സ് മന്ദിർ, ഓപ്പോസിറ്റ് സൈഡിൽ ക്രൈസ്തവ ദേവാലയം, മറുഭാഗത്ത് മോസ്ക്. അപ്പോൾ ഒരു എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നതിന് ഈ രാജ്യത്തിൻ്റെ റൂളേഴ്സ് എടുക്കുന്ന നേതൃത്വം ഏറെ പ്രശംസനീയമാണ്, അനുകരണീയമാണ്. കാവൽ മാലാഖയുടെ ചിറകുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കവാടത്തിന്റെ രൂപകൽപ്പന. അഷ്ടഭുജ മാതൃകയിൽ നിർമ്മിതി. 900 പേർക്ക് ഒരേ സമയം ആരാധന നടത്താം. മരുഭൂമിയിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുതിയ കാഴ്ച. 4.37 ഏക്കർ സ്ഥലമാണ് UAE ഭരണകൂടം സൗജന്യമായി നൽകിയത്. 12,000 ചതുരശ്ര അടി വിസ്തീർണം. 1.1 കോടി ദിർഹം ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കി. 2019 ഡിസംബർ 7-നായിരുന്നു ശിലാസ്ഥാപനം. CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയോടെ ദേവാലയം ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു. ഇടവക വികാരി ലാൽജി എം ഫിലിപ്പ്, മുൻ വികാരി സോജി വർഗീസ് തുടങ്ങിയവരുടെ സാന്നിധ്യം. ബിഷപ്പ് ആദ്യ ആരാധന അർപ്പിച്ച ശേഷം വിശുദ്ധ സംസർഗ ശുശ്രൂഷ അനുഷ്ഠിച്ചു. ചടങ്ങുകളിൽ 1000-ഓളം പേർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങു തന്നെ മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയായി. ബാബ്സ് ഹിന്ദു മന്ദിർ ഇന്റർനാഷണൽ റിലേഷൻസ് മേധാവി സ്വാമി ബ്രഹ്മവിഹാരിദാസ്, അബ്ദുള്ള അൽ തുനൈജി തുടങ്ങിയവരുടെ നിറസാന്നിധ്യം. ദേവാലയമുറ്റത്ത് ഇവർ ഒലീവ് തൈ നട്ടു. പ്രധാന കവാടത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ച ശിലാഫലകം വിശിഷ്ടാതിഥികൾ അനാച്ഛാദനം ചെയ്തു. But as somebody said that one of the most important commandments of the Christian faith is love thy neighbors. And with neighbors like you, it will never be difficult to love. You have redefined the meaning of love. Have you ever thought the two of the most important religious places, the first Hindu mandir in the history of humanity in an Islamic country, and an amazing beautiful church which is full of peace, both of their constitution has been done by great Muslim lawyer Sahin. Thank you Sahin for laying our foundations. ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഇടത്തും വലത്തുമായി ഉയരമുള്ള 10 ജനാലകൾ. പഴയതും പുതിയതുമായ ബൈബിൾ നിയമത്തിലെ ദൃശ്യങ്ങൾ കൊണ്ടുള്ള അലങ്കാരം. ഇടതുവശത്തെ ഗ്ലാസുകളിൽ നോഹയുടെ കാലഘട്ടത്തിലെ പ്രളയത്തിൽ വിശ്വാസികളെ കാത്ത ദൈവത്തിന്റെ രക്ഷാകരങ്ങൾ. എബ്രഹാം, മോശ, ദാവീദ് രാജാവ് എന്നിവരെ കുറിച്ചുള്ള മറ്റു ചിത്രങ്ങൾ. പ്രധാനമായും ഞായറാഴ്ച രാവിലെ 9:30-ക്കാണ് വിശുദ്ധ കുർബാന ആരാധന നടത്തപ്പെടുക. മറ്റ് ദിവസങ്ങളിൽ ഈ ദേവാലയം സന്ദർശകർക്കായിട്ട് തുറന്ന് കൊടുക്കുന്നതാണ്. അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെയുള്ള അവസരമുണ്ടായിരിക്കും.
ഞായറാഴ്ചകളിലും മറ്റ് പ്രത്യേക പെരുന്നാളുകളുടെ ദിവസങ്ങളിലും ആയിരിക്കും ആരാധനകൾ ഉണ്ടായിരിക്കുക. മറ്റ് ദിവസങ്ങളിൽ ദേവാലയം സന്ദർശകർക്കായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നു നൽകുന്നതാണ്. അബുദാബിയിൽ പ്രാർത്ഥന തുടങ്ങിയതിന്റെ 45 വർഷം പൂർത്തിയായ ഏപ്രിലിൽ തന്നെയാണ് സ്വന്തം ആരാധനാലയത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചത്. വിശ്വാസികൾക്കും പുരോഹിതർക്കും അതുകൊണ്ട് തന്നെ ഇരട്ടി സന്തോഷം. വളരെ സന്തോഷം. ഞങ്ങൾ വളരെ ആളുകളുടെ ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പള്ളി ഇവിടെ പണിയുന്നതിന് സാധിച്ചു. ഇന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇവിടെ വന്ന ആൾക്കാരെയൊക്കെ. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ബാപ്സ് മന്ദിരത്തിന് മുന്നിൽ വന്ന ഈ പള്ളി ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് ഈ പ്രദേശം തന്നെ മാറാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സഭ ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സഭ എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി തന്നെയുള്ള സമൂഹത്തിനും എല്ലാ ആൾക്കാർക്കും വളരെ പ്രയോജനകരമായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. I feel really blessed and thankful to the Almighty for giving me an opportunity to come to UAE after so many years. I was closely associated with this church from 1979, from its inception. And I'm very thankful to God and also to see the completed version of this church in this holy place. We are so thankful to the UAE government and to everybody to make this thing happen. ഞായറാഴ്ചകളിൽ രാവിലെ 9:30 കുർബാന. മനുഷ്യരെ തുല്യരായി കാണുന്നതിന്റെ തെളിവാണ് ആരാധനാലയത്തിലേക്ക് എല്ലാ വിശ്വാസികൾക്കുമുള്ള പ്രവേശനം. ഭരണകൂടത്തിന്റെ ഈ വിശാല കാഴ്ചപ്പാടിൽ വിശ്വാസികൾക്കുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. കഴിഞ്ഞ 45 വർഷക്കാലം ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവത്തില്ല. ഈ രാജ്യത്തിന് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്ന ഭരണാധികാരികളുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പള്ളിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ മേഹർ ലാമി എന്ന് പറഞ്ഞ AEC കൺസൾട്ടൻ്റാണ് ഇത് ഡിസൈൻ ചെയ്തത്. അത് വിങ്സ് ഓഫ് ഏഞ്ചൽ ഉള്ള ആ തീം വെച്ചാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഓട്ടോമാറ്റിക് ഇറിഗേഷൻ ഞാൻ ചെയ്തു കൊടുത്ത എൻ്റെ ഒരു സന്തോഷത്തിന് പള്ളിക്ക് വേണ്ടി ചെയ്ത ഒരു പ്രോജക്റ്റാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മാത്രമായിരുന്നു. നിർമ്മാണത്തിന്റെ നാൾവഴികളിൽ സഹകരിച്ചവരെയും വികാരിമാരെയും സഹവികാരികളെയുമെല്ലാം ചടങ്ങിൽ ആദരിച്ചു. സഭാ വിശ്വാസികളുടെ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കി. സ്വന്തം ആരാധനാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നതിന്റെ ആശ്വാസം വിശ്വാസികൾക്ക്. അതിന് വഴിയൊരുക്കിയ ഭരണകർത്താക്കളോടുള്ള അകമഴിഞ്ഞ നന്ദി. അതിനുമപ്പുറം ലോകം ഇങ്ങനെയാകണമെന്ന മഹാസന്ദേശത്തിനു മുന്നിൽ നിറഞ്ഞ മനസ്സോടെ കൂപ്പുകൈ.